നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷു ആഗതമായിരിക്കുകയാണ്. വിഷു സംക്രമ ഫലത്തെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. എന്നിരുന്നാലും വിഷുവിന്റെ നക്ഷത്ര ഫലത്തെ നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണ വിഷു നക്ഷത്ര ഫലത്തെയാണ് പറയുന്നത്. സംക്രമ ഫലത്തെ നിങ്ങൾ ഏവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതൊരു പ്രത്യേക രീതിയിലുള്ള ഫലപ്രവചനമാണ്. വിഷു ദിവസത്തെ ആ സംക്രമ സമയത്തെ രീതികൾ അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് വിഷു സംക്രമത്തോടനുബന്ധിച്ചുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി മൂലമുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ചെറിയ 12 വീഡിയോകളിലായിട്ട് നമുക്കത് പറഞ്ഞു പോകാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ സമ്പൂർണ്ണ വിഷുഫലത്തെ പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭവന നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. അതേപോലെ തന്നെ വാഹന യോഗവും സന്താന ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. വിശേഷിച്ച് രോഹിണി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ധന ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗോചരഗ്രഹങ്ങൾ വളരെയധികം അനുകൂലമാകുന്ന ഒരു വർഷമാണ്. മുൻകാലത്ത് ആഗ്രഹിച്ച് നടക്കാതെ പോയിരുന്നതൊക്കെ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു അനുകൂലമായിട്ടുള്ള വർഷമാണ്. അപമാനിച്ചവരുടെ മുന്നിൽ അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പല വെല്ലുവിളികളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്നതാണ്. രാഷ്ട്രീയ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പൊതുജനപ്രീതി വർദ്ധിക്കുന്നതാണ്. പൊതുവെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധന ഐശ്വര്യങ്ങൾ വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ്. സർക്കാർ ഉദ്യോഗത്തിനായി പരിശ്രമിക്കുന്നവർക്ക് ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. പലവിധ സ്ഥാനമാനങ്ങൾ സാമൂഹ്യമായും സർക്കാരിൽ നിന്നുമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. രാഷ്ട്രീയ അധികാരങ്ങളും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ശുക്രനാണ് ഇടവക്കൂറിന്റെ അധിപൻ. ശുക്രന്റെ ദശാപകാരമുള്ളവർക്ക് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. ഇടവക്കൂറുകാർ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, അതുകൊണ്ട് അർച്ചന നടത്തുക, കടുംപായസം നടത്തുക, ഭാഗവത പാരായണം പോലെയുള്ള കഥാശ്രവണങ്ങളിലൊക്കെ ഏർപ്പെടുക, അന്നവസ്ത്രാദികൾ ദാനം ചെയ്യുക. ഇതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വിശേഷ ഫലത്തെ ഒന്ന് പറയാം. ഇടവക്കൂറിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ വിജയം ഉണ്ടാകുന്നതാണ്. ഭൂമി നേട്ടമുണ്ടാകുന്നതാണ്. കൂടാതെ ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകാം. സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. എവിടെയും മാന്യത, അഭിമാനം, കുടുംബ ബന്ധുജനങ്ങളുമായി രമ്യതയിൽ കഴിയുക. കൂടാതെ കടബാധ്യത പരിഹരിക്കാനും സാഹചര്യമുണ്ടാകും. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ വിശേഷ ഫലത്തെ നോക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് തൊഴിൽ വിജയം, ഉന്നത പ്രാപ്തി, വ്യാപാര ബിസിനസ്സുകളിലൊക്കെ പുരോഗതി എന്നിവയൊക്കെ ഉണ്ടാകാം. കൂടാതെ മനസ്സുഖം, കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യത, ഭക്ഷണ സുഖം, കുടുംബ ബന്ധങ്ങളിൽ ചേർച്ച ഇവയൊക്കെ ഉണ്ടാകാം. കൂടാതെ ധനനേട്ടം, ജനങ്ങളാൽ അംഗീകരിക്കപ്പെടുക, സുഹൃത്തുക്കൾ മൂലം ഗുണാനുഭവങ്ങൾ, പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കൂടാതെ ഭാഗ്യയോഗമുള്ള സമയമാണ്. ഐശ്വര്യം, മനസ്സുഖം, കീർത്തി എന്നിവ ലഭിക്കുന്നതാണ്. എല്ലാവരുമായി സ്നേഹത്തിൽ കഴിയാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരായിട്ടുള്ള മകയിര നക്ഷത്രക്കാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ ജനിച്ച മകയിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽ വിജയം ഉണ്ടാകുന്നതാണ്. ധനലാഭവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. കൂടാതെ സന്താന ഭാഗ്യം, പദവിയിൽ നിന്ന് ഉയർച്ച, ശത്രുഹാനി, വ്യവഹാര വിജയം എന്നിവയും ഫലമാണ്. കൂടാതെ അന്യജനങ്ങളുമായി ചില തർക്കങ്ങൾ, കേസുകൾ എന്നിവയും ഉണ്ടാകാം. അധികാരപ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുന്നതാണ്. കടബാധ്യതകൾ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് രാശിക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.